നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സമ്മർദ്ദ തന്ത്രവുമായി കത്തോലിക്ക കോൺഗ്രസ്. സഭാംഗങ്ങൾക്ക് കൂടുതൽ അവസരം നൽകണമെന്നുള്ളതാണ് ആവശ്യം. അവകാശവാദം കോൺഗ്രസിനെ അറിയിച്ചു. കർഷക വന്യജീവി പ്രശ്നങ്ങളിലെ നിലപാട് പ്രകടന പത്രികയിൽ വേണം. നിലപാട് ഉൾപ്പെടുത്താൻ എല്ലാ മുന്നണികളോടും ആവശ്യപ്പെടും. വിവരങ്ങളുമായി സജോ ദേവസ്യ ചേരുകയാണ് നമ്മളോടൊപ്പം. സജോ, തിരഞ്ഞെടുപ്പ് കാലമാണ്, പ്രാതിനിധ്യമടക്കമുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രകടന പത്രികയിൽ എന്ത് വേണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. കോൺഗ്രസിന് ഈ സന്ദേശം ഔദ്യോഗികമായി എത്തിച്ചിട്ടുണ്ടോ? മാധു, ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു എന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അർഹമായ പ്രാതിനിധ്യം ലഭ്യമാകേണ്ടതുണ്ട്. നേരത്തെ ലത്തീൻ സഭയും എറണാകുളത്തടക്കം പ്രാതിനിധ്യം വേണം എന്ന നിലപാട് തന്നെ മണ്ഡലങ്ങളടക്കം എടുത്തു പറഞ്ഞ് എറണാകുളം, കൊച്ചിയും വൈപ്പിൻ സീറ്റുകളിൽ പ്രാതിനിധ്യം വേണം എന്ന ആവശ്യം തന്നെ മുന്നോട്ട് വച്ചിരുന്നു. കൊച്ചിയിൽ DCC അധ്യക്ഷനെ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രാതിനിധ്യത്തിന്റെ പ്രശ്നം അവിടെ ഉണ്ടാകും. അക്കാര്യത്തിലടക്കം എതിർപ്പ് അറിയിച്ചിരുന്നു. അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും നമ്മൾ മനസ്സിലാക്കുന്നു. അതേസമയം തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസും ഒരു നിലപാട് അവർ മുന്നോട്ട് വയ്ക്കുന്നവർ. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, അർഹമായ പ്രാതിനിധ്യം വേണം. രണ്ടാമത്തെ പ്രശ്നം, മലയോരത്തെ കർഷക വന്യജീവി പ്രശ്നങ്ങളിൽ ഒരു നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിനോട് അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. എല്ലാ മുന്നണികളോടും ആവശ്യപ്പെടും എന്നവർ പറയുന്നു. എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു? ആ മലയോരത്തെ പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നം, വന്യജീവി പ്രശ്നം, ഇതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ നിലപാട് എന്താണ്? പ്രശ്നപരിഹാരത്തിന് സ്വീകരിക്കാൻ പോകുന്ന നയം എന്താണ്? അതിൽ കർഷക പക്ഷത്ത് നിൽക്കുമോ എന്നത് പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കണം എന്ന ആവശ്യം രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കും. എന്നതുകൂടാതെ ചില പ്രത്യേക സീറ്റുകൾ, അതായത് മലബാറിലും മധ്യകേരളത്തിലുമൊക്കെ ചിലപ്പോൾ കേരള കോൺഗ്രസിന്റെ അക്കൗണ്ടിലൊക്കെ ചില സീറ്റുകൾ നൽകി ഒതുക്കുന്നു എന്ന അഭിപ്രായവും സിറോ മലബാർ സഭയുടെ സമുദായ സംഘടന കൂടിയായ കത്തോലിക്ക കോൺഗ്രസിനുണ്ട്. അങ്ങനെ പോരാ, അർഹതപ്പെട്ട പ്രാതിനിധ്യം ഉണ്ടാകണം. എല്ലാ തിരഞ്ഞെടുക്കപ്പെടുന്ന പദവികളിലേക്കും മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതൊരു സമ്മർദ്ദ തന്ത്രമാണ്. സ്വാഭാവികമായും KPCCയുടെ അധ്യക്ഷ പദവിയിലേക്കടക്കം ആളുകളെ സണ്ണി ജോസഫിനെ അടക്കം നിയോഗിച്ചപ്പോൾ അതിലൊരു ക്രൈസ്തവ പ്രാതിനിധ്യം എന്ന കാര്യം പരിഗണിച്ചിരുന്നു. അതടക്കം കത്തോലിക്ക വിഭാഗത്തിന്, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിൽ നിന്നുള്ള ആളുകൾക്ക് കോൺഗ്രസിന്റെ നേതൃപദവികളിൽ ഇപ്പോൾ മതിയായ പ്രാതിനിധ്യമില്ല എന്ന വിമർശനം ആ സംഘടനയ്ക്കുണ്ട് എന്നാണ് ഇതിലൊരു രാഷ്ട്രീയ കൗതുകം എന്നെടുത്തു പറയുന്നത്. അതിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ ഇല്ല. അതുകൊണ്ട് മറ്റു ചില സീറ്റുകളുടെ കാര്യത്തിലടക്കം, വെച്ചുമാറ്റ ചർച്ചകൾ നടക്കുന്നതടക്കമുള്ള ചില സീറ്റുകളുടെ കാര്യത്തിലടക്കം പ്രാതിനിധ്യം വേണം എന്ന സമ്മർദ്ദമാണ്. ചില പേരുകൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിന് അനുകൂലമായ തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദ നീക്കത്തിന്റെ കൂടി ഭാഗമാണ് ഈ നിലപാട് എന്താണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സഭാംഗങ്ങൾക്ക് കൂടുതൽ അവസരം നൽകണമെന്ന ആവശ്യവുമായി കത്തോലിക്ക കോൺഗ്രസ്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.